ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസിനി വിശ്വാസികളുടെ സമൂഹമേ, നിങ്ങൾക്കേവർക്കും പ്രഭാത വചനത്തിലേക്ക് എൻ്റെ സ്വാഗതം. വലിയ നോമ്പിൻ്റെ 10ാമത്തെ ദിവസമായ ഇന്ന് വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ദൈവ സാന്നിധ്യം. സമാധാനം കാംക്ഷിക്കുന്നവർക്ക് മാത്രമേ ദൈവ സാന്നിധ്യം ഉണ്ടാവുകയുള്ളൂ. വെളിപാട് സാഹിത്യം നാം നോക്കുമ്പോൾ 3-ാം അധ്യായം 20-21 വാക്യത്തിൽ പ്രകാരം പറയുന്നു: ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവൻ്റെ അടുക്കൽ ചെന്ന് അവനോടും അവൻ എന്നോടും കൂടി അത്താഴം കഴിക്കും. ജയിക്കുന്നവന് ഞാൻ എന്നോടുകൂടി എൻ്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ വരം നൽകും. ഞാനും ജയിച്ച് എൻ്റെ പിതാവിനോടുകൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് പോലെ തന്നെ. ഇവിടെ നാം എന്താണ് മനസ്സിലാക്കുന്നത്? ദൈവം നമ്മുടെ വാതിക്കൽ മുട്ടുന്നു. ആ ശബ്ദം നാം കേൾക്കുന്നുവോ? ആ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്നവൻ ഭാഗ്യവാനാണ്. അവനെ ദൈവത്തോടൊപ്പം അത്താഴം കഴിക്കുവാൻ സാധിക്കും. അവൻ ദൈവത്തോടൊപ്പം സിംഹാസനത്തിൽ ഇരിക്കും. There is no doubt at all. നമ്മിൽ എത്ര പേർ ആ മഹത്വത്തെക്കുറിച്ച് അറിയുന്നുണ്ട്? അവൻ്റെ സാന്നിധ്യം നമ്മോടൊപ്പം ഉണ്ടായെങ്കിൽ നമുക്ക് എന്തുമാത്രം അനുഗ്രഹങ്ങൾ ഉണ്ടാകും എന്നുള്ളത് നാം തിരിച്ചറിയുന്നുണ്ടോ? ദൈവത്തെ അനുസരിക്കുന്നവനെ, അവൻ്റെ വിളിയെ കേൾക്കുന്നവനെ എത്ര നല്ല ഗുണം കിട്ടും എന്നത് നമുക്കൊന്ന് നോക്കാം. തിരുവചനം പറയുന്നു, സക്കറിയ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ പ്രകാരം പറയുന്നു: വിധ സമാധാനത്തോടെ ആയിരിക്കും, മുന്തിരിവള്ളി ഫലം കായ്ക്കും, ഭൂമി അനുഭവം നൽകും, ആകാശം മഞ്ഞ് പെയ്യിക്കും. ഈ ജനത്തിന്റെ ശേഷിപ്പുള്ളവർക്ക് ഞാൻ ഇവയൊക്കെയും അവകാശമായി കൊടുക്കും എന്നാണ് ഈ വേദഭാഗം പറയുന്നത്. ദൈവത്തിന് നമ്മെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അത് എന്താണ്? നാം അവനോടുകൂടെ നടക്കുക എന്നതാണ് ദൈവത്തിൻ്റെ ആഗ്രഹവും പദ്ധതിയും. അവനോടുകൂടി ആര് നടക്കുന്നുവോ അവൻ ഹാനോക്കിനെ പോലെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം 24-ൽ ഹാനോക്കിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. അതിനാൽ ആവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം നോക്കുക: നീ നിന്റെ യഹോവയായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ നിന്നോടൊപ്പം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നാം ഈ ലോക സുഖം മാത്രം നോക്കാതെ ദൈവികതം കൂടി മനസ്സിലാക്കി നല്ല പൊരുതി നല്ല പേര് ഉണ്ടാക്കണം. അതിനായി തിരുവചനം നോക്കാം. സഭാപ്രസംഗി 7-ാം അധ്യായം 1-2 വാക്യങ്ങൾ: നല്ല പേർ സുഗന്ധതൈലത്തെക്കാളും മരണ ദിവസം ജനന ദിവസത്തെക്കാളും ഉത്തമം. വിരുന്ന് വീട്ടിൽ പോകുന്നതിനേക്കാൾ വിലാപഭവനത്തിൽ പോകുന്നത് നല്ലത്. അതല്ലോ സകല മനുഷ്യരുടെയും അവസാനം. ജീവിച്ചിരിക്കുന്നവൻ അത് ഹൃദയത്തിൽ കരുതിക്കൊള്ളും എന്ന് ഈ വേദഭാഗം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. നാം അങ്ങനെ കരുതുന്നുണ്ടോ? വിലാപഭവനത്തിൽ പോകാൻ ആര് ആഗ്രഹിക്കുന്നു? മനസ്സോടെ പോകുന്നവർ എത്ര പേരുണ്ട് എന്ന് നാം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കുന്നത് നല്ലതായിരിക്കും. ഇസ്രായേൽ ജനത്തോട് യോശുവ പറഞ്ഞത്, യോശുവ 24:15 അതിന്റെ അവസാന ഭാഗത്തിൽ, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും. ഇങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുക്കാൻ നമ്മളിൽ എത്ര പേരുണ്ട്? അതിനെക്കുറിച്ച് ചിന്തിക്കുക. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് കഷ്ടപ്പാടുകളുണ്ട്. അതിനെ അതിജീവിക്കണമെങ്കിൽ നാം ദൈവത്തിൽ ആശ്രയിച്ചിരിക്കണം. നാം നമ്മുടെ ദൈവത്തിലുള്ള അടിയുറച്ച വിശ്വാസം കൈവെടിയരുത്. നാം ആരാധിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി ആരാധിക്കണം. സങ്കീർത്തനം 122:1 പ്രകാരം പറയുന്നു: യഹോവയുടെ ആലയത്തിലേക്ക് നമുക്ക് പോകാം എന്ന് അവർ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു. ദാവീദ് പറഞ്ഞതാണിത്. നമ്മളിൽ എത്ര പേരുണ്ട് സന്തോഷത്തോടുകൂടി ദേവാലയത്തിലേക്ക് പോവുകയും അവിടെ ചെന്നതിന് ശേഷം പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി ദൈവത്തെ സ്നേഹിച്ചുകൊണ്ട് അവൻ്റെ പാദത്തിൽ നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയും സമർപ്പിച്ചുകൊണ്ട് ആരാധനയിൽ സംബന്ധിക്കുന്ന എത്ര പേരുണ്ട് എന്ന് നാം ഒന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും. നാം ഈ വലിയ നോമ്പ് അതിന് ഒരു കാരണമായി തീരട്ടെ എന്ന് മാത്രം ഈ അവസരത്തിൽ നമ്മുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് നാം ദേവാലയത്തിലേക്ക് പോകുന്നുവെങ്കിൽ, നാം ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ അത് വലിയ അനുഗ്രഹമായി തീരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമ്മൾ ഇവിടെ കണ്ടത്, നമ്മുടെ കർത്താവ് നമ്മോടുകൂടെ അത്താഴം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. രണ്ടാമത്തത്, അവൻ നമ്മെ സിംഹാസനത്തിൽ ഇരുത്തുന്നതിന് ആഗ്രഹിക്കുന്നു.
നാം അവന്റെ വരവ് കാത്ത് അവനായി വാതിൽ തുറക്കാൻ തയ്യാറായിട്ടിരിക്കണമെന്ന് മാത്രം. സക്കറിയ പ്രവാചകൻ പറയുന്നത് പോലെ സമാധാനത്തോടെ ആയിരിക്കും ഭൂമി അനുഭവം നൽകും. നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ മാത്രം മതി, ഇതൊക്കെയും നമുക്ക് ലഭിക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.